ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ടല്ലോ. എന്നാൽ ടിക്കറ്റ് എടുക്കുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ പറയാതിരിക്കാൻ വയ്യ. 13 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്ത് 20 രൂപ കൊടുക്കുമ്പോൾ കണ്ടക്ടറുടെ ഉടനെയുള്ള ചോദ്യം 3 രൂപ ചില്ലറയുണ്ടോ എന്നാണ്. ചില്ലറ ഇല്ല എന്നാണ് നമ്മുടെ ഉത്തരവെങ്കിൽ ബാക്കി പിന്നെ തരാം. 18 രൂപയുടെ ടിക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ 20 രൂപയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ബാക്കി 2 രൂപ കിട്ടുക പ്രയാസമാണ്. സ്വകാര്യ ബസ്സായാലും KSRTC ആയാലും അനുഭവം ഒരുപോലെ തന്നെയാണ്. ഇതിനൊരു ഉത്തമ പരിഹാരമാണ് NCMC എന്ന കാർഡ്. നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ 2019 ആവിഷ്കരിച്ച ഒരു സമ്പ്രദായമാണിത്. ഇത് പ്രകാരം പൊതു ആവശ്യത്തിനായിട്ടും പൊതുഗതാഗതത്തിനായിട്ടും നമുക്ക് ഒറ്റ കാർഡ് ഉപയോഗിക്കാം രാജ്യത്തിലുടനീളം. ഈ നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡിന് 2 കമ്പാർട്ട്മെന്റുകളാണുള്ളത്. ഒന്ന് ചെറിയ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു കമ്പാർട്ട്മെന്റ്, അതിൽ നമുക്ക് പണം പിന്നിൻ്റെ സഹായമില്ലാതെ നമുക്ക് ഉപയോഗിക്കാം. ഈ ചെറിയ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതിന് കാർഡിന് പിൻ ആവശ്യമില്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകത. പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് പിൻ വേണം. അത് മിക്കവാറും വലിയ തുകയ്ക്കായിരിക്കും. ഇതിൽ ചെറിയ തുകയെന്ന് പറയുന്നത് 2000 രൂപ വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷെ ആ ത്രെഷോൾഡ് ലിമിറ്റ് നമുക്ക് നിശ്ചയിക്കാം, നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു ഉദാഹരണത്തിന് 200 രൂപയാണ് നമ്മൾ ത്രെഷോൾഡ് ലിമിറ്റായിട്ട് സെറ്റ് ചെയ്യുന്നതെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ അത് ഉപയോഗിച്ച് നമുക്ക് യാത്ര ചെയ്യാം. റിസ്ക്കും കുറവാണ്. 200 രൂപയുടെ റിസ്കേ ഉള്ളൂ. ഇനി 2000 രൂപ ആയിരുന്നാലും അതിൻ്റെ റിസ്ക് അവിടെ വരെയുള്ളൂ. ഈ NCMC എന്ന് പറഞ്ഞ കാർഡ് പിന്നെ സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചറുമെല്ലാം മാനേജ് ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും 8 പൊതുമേഖലാ ബാങ്കുകളുമാണ്. അതുപോലെ തന്നെ ഈ NCMC കാർഡ് നിങ്ങൾക്ക് ലഭ്യമാക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള 25-ലധികം ബാങ്കുകൾ ഇന്നത് സമീപിച്ചാൽ മതി. ആ സമീപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാർഡ് ലഭ്യമാകുന്നതാണ്. എന്താണ് ഇവയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, എല്ലാ പൊതുഗതാഗത ആവശ്യത്തിനുമായിട്ട് ഒറ്റ കാർഡ് മതി. നഗരത്തിൽ നമ്മൾ മെട്രോ റെയിൽ കയറി പിന്നീട് ബസ് കയറി യാത്ര ചെയ്യേണ്ടി വരുന്ന അവസ്ഥകളിലൊക്കെ ഒറ്റ കാർഡ് മതി. ഒപ്പം തന്നെ ടോൾ പ്ലാസയ്ക്കും ഇത് ഉപയോഗിക്കാം. മറ്റൊരു നേട്ടമെന്ന് പറയുന്നത് ഇതിൻ്റെ ഡെസിമലിൽ നമുക്ക് പേയ്മെന്റ് നടത്താമെന്നുള്ളതാണ്. 7 രൂപ 50 പൈസയാണ് ചാർജെങ്കിൽ 7 രൂപ 50 പൈസ കൊടുത്ത് തന്നെ ഇതിനകത്ത് ചാർജ് ചെയ്യാം. നമുക്ക് KSRTCയുടെ കേരളത്തിലെ പിന്നീട് ബസ് ഫെയറിൻ്റെ രീതി നോക്കിയാൽ അറിയാം. ഒരു റൗണ്ടിങ് പ്രിൻസിപ്പിളിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഈ റൗണ്ടിങ് പ്രിൻസിപ്പിൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഇപ്പോൾ ഓർഡിനറി സർവീസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത രൂപയിലാണ് അത് റൗണ്ട് ചെയ്യുക. ഇപ്പോൾ 9 രൂപ 10 പൈസയാണെങ്കിൽ 9 രൂപയിലും 9 രൂപ 60 പൈസയാണെന്നുണ്ടെങ്കിൽ 10 രൂപയിലുമാണ് റൗണ്ട് ചെയ്യുക. അപ്പം ഇതിൻ്റെ പരമാവധി ഉണ്ടാകാവുന്ന നഷ്ടം എന്ന് പറയുന്നത് 50 പൈസയാണ്. അങ്ങനെ ഒരു വർഷത്തേക്ക് ഉണ്ടാകാവുന്ന തുടർച്ചയായിട്ട് യാത്ര ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ 182 രൂപ 50 പൈസയാണ് നഷ്ടം. സിറ്റി ഫാസ്റ്റ് സർവീസ്, പിന്നീട് ഫാസ്റ്റ് പാസഞ്ചർ, ലിമിറ്റഡ് സ്റ്റോപ്പ് തുടങ്ങിയവയിലൊക്കെ അടുത്ത ഉയർന്ന രൂപയിലാണ്. അപ്പം 7 രൂപ 10 പൈസയാണെങ്കിൽ 8 രൂപയാവും. 14 രൂപ 15 പൈസയാണെങ്കിലും 15 രൂപയിലുണ്ടാകും. അപ്പം അടുത്ത രൂപയിലായിട്ടാണ് നഷ്ടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് പരമാവധി ഉണ്ടാകാവുന്ന നഷ്ടം എന്ന് പറയുന്നത് 99 പൈസയാണ്. ഇങ്ങനെ ഒരു വർഷത്തേക്ക് ഉണ്ടാകാവുന്ന നഷ്ടം 361 രൂപ 35 പൈസയാണ്. ലോ ഫ്ലോർ ബസ്സിലാണെന്നുണ്ടെങ്കിൽ അടുത്ത ഉയർന്ന 2 രൂപയുടെ ഗുണിതത്തിലാണ് ഇതിനെ റൗണ്ട് ചെയ്യുന്നത്. അപ്പോഴുണ്ടാകാവുന്ന നഷ്ടമെന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് 726 രൂപ 35 പൈസയാണ്. എക്സ്പ്രസ്, സൂപ്പർ എക്സ്പ്രസ് തുടങ്ങിയവയ്ക്ക് അടുത്ത ഉയർന്ന 5ന്റെ ഗുണിതത്തിലാണ് ഇത്
റൗണ്ട് ചെയ്യുന്നത്. നഷ്ടം ഭീകരമാകും. അതുകൊണ്ട് ഒരു വർഷത്തെ നഷ്ടം 1721 രൂപ 35 പൈസ. തുടർച്ചയായി യാത്ര ചെയ്യുന്നവർക്ക് മാത്രമാണ് കേട്ടോ. സൂപ്പർ ഡീലക്സ്, സെമി സ്ലീപ്പർ, ലക്ഷറിക്കൊക്കെ ആണെങ്കിൽ അടുത്ത ഉയർന്ന 10ന്റെ ഗുണിതത്തിലാണ്. അപ്പൊ നഷ്ടം എന്താണെന്ന് അറിയാമോ? 3646 രൂപ 35 പൈസ. അപ്പൊ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ഈ ഡെസിമലിൽ കൃത്യമായിട്ട് പേ ചെയ്യാൻ കഴിയുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. NCMC കാർഡ് നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞ് തീർന്നാൽ തീർച്ചയായിട്ടും കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഡെസിമലിൽ തന്നെ അതിൻ്റെ പേയ്മെന്റ് നടത്താം. ഒരു പൈസയും നമുക്ക് നഷ്ടപ്പെടുകയില്ല. ഡെസിമൽ പേയ്മെന്റിനോടൊപ്പം തന്നെ ചില്ലറ പ്രശ്നവും സംഘർഷവും ഒഴിവാക്കാം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ചില്ലറ പ്രശ്നമെല്ലാം ഇവിടെ പരിഹരിക്കപ്പെടുകയാണ്. ബസ്സുകാർക്ക് ശാന്തമായിട്ട് അവർക്ക് ബസ് ഓടിക്കാം, ഉപഭോക്താവിന് ശാന്തമായിട്ട് യാത്ര ചെയ്യാം. ഒരു പ്രശ്നവും ഇതിനകത്തുണ്ടാകുന്നില്ല. അതുപോലെ തന്നെ യാത്രക്കാർക്ക് അധികം കാത്തു നിൽക്കാതെ തന്നെ ബോർഡിംഗ് എളുപ്പമാകും. അതുകൊണ്ടിട്ടുണ്ടാകുന്ന സമയനഷ്ടം ഒഴിവാക്കാൻ കഴിയും. മറ്റൊരു നേട്ടമെന്ന് പറയുന്നത് ക്യാഷ് കൊണ്ട് നടക്കേണ്ട എന്നുള്ളതാണ്. വലിയ നേട്ടം തന്നെയാണ്. ഇവരുടെ എല്ലാം ഈ ഓപ്പറേഷൻ്റെ എല്ലാം കളക്ഷനും മെച്ചപ്പെടും. പല പ്രദേശങ്ങളിലും പിന്നീട് ടിക്കറ്റിൻ്റെ പൈസ വാങ്ങിക്കും, ടിക്കറ്റ് കൊടുക്കില്ല സ്വകാര്യ ബസ്സുകളിൽ. വടക്കോട്ട് അത് വളരെ കൂടുതലാണ്. അപ്പം ഈ പ്രശ്നം ഇതിൽ നിന്ന് ഒഴിവാക്കുകയും അതിന് KSRTC ആയിരുന്നാലും കൊള്ളാം, സ്വകാര്യ ബസ്സായിരുന്നാലും അവരുടെ കളക്ഷൻ മെച്ചപ്പെടും. വിദ്യാർത്ഥികളുമായിട്ടുള്ള സ്വകാര്യ ബസ്സുകളുടെ സംഘർഷം സാധാരണമാണല്ലോ. ഈ കൺസെഷൻ ടിക്കറ്റ് ഒന്നിലധികം പ്രാവശ്യം ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സംഘർഷമാണ്. ഇത് കൃത്യമായിട്ട് ഈ സംവിധാനത്തിൽ നമുക്ക് മോണിറ്റർ ചെയ്യാനും അത് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്നതിന് വിദ്യാർത്ഥികൾ നിർബന്ധിതരാകുകയും ചെയ്യും. ഇത് തീർച്ചയായിട്ടും സ്വകാര്യ ബസ്സുകൾക്ക് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ട്രാഫിക് കൺജഷൻ ഒഴിവാകും, അതുവഴി ഉണ്ടാകുന്ന സമയനഷ്ടം ഒഴിവാകും, മലിനീകരണം കുറയും, ഓവർ ക്രൗഡിങ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അവിടെ പരിഹരിക്കപ്പെടും. ഇതിൻ്റെയൊക്കെ നേട്ടം മനസ്സിലാക്കിയിട്ടാണ് രാജ്യത്ത് പല ഭാഗത്തിലുമായിട്ട് ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹി മെട്രോ, നോയിഡ മെട്രോ, മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി, ബാംഗ്ലൂർ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനൊക്കെ ഇത് നടപ്പിലാക്കിയതാണ്. പല സിറ്റികളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിലും കേരളത്തിൽ ഇത് ആളുകൾ ഒപ്പം തന്നെ പല ബസ് ഓപ്പറേറ്റേഴ്സും ഇത് വേണ്ടുവണ്ണം മനസ്സിലാക്കിയിട്ടില്ല. എടുത്തു പറയേണ്ടത് KSRTC ആണ്. KSRTC NCMC നടപ്പിലാക്കി കഴിഞ്ഞു തീർന്നാൽ ഒരുപോലെ തന്നെ KSRTC മാനേജ്മെന്റിനും ഒപ്പം തന്നെ ഉപഭോക്താവിനും നല്ലതാണ്. ഉപഭോക്താവിന് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ നേട്ടങ്ങളുമുണ്ട്. KSRTCയുടെ കളക്ഷൻ മെച്ചപ്പെടുന്നതിനും സഹായിക്കും. ഒരുവിധ അഴിമതിയും താഴെക്കിടയിൽ ഉണ്ടാവില്ല. മുകളിലുള്ള അഴിമതി നമുക്ക് മാറ്റാൻ ഇതുകൊണ്ടിട്ട് കഴിയില്ല. അതുപോലെ നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്, മെട്രോയിലെ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം കൊച്ചിയിലുണ്ടെങ്കിലും NCMCയിലേക്ക് നീങ്ങിയിട്ടില്ല. കാരണം ഇതിൻ്റെ സോഫ്റ്റ്വെയർ ചെലവിൻ്റെ കൂടുതലൊക്കെ പറഞ്ഞിട്ടാണ് അവർ മാറി നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു ബാലിശമായ വാദമാണ്. ഇത് NCMC നടപ്പിലാക്കുന്നതായിരിക്കും കൂടുതൽ നന്നാകുക. അതിന് ഏറ്റവും മുൻകൈ എടുക്കേണ്ടത് KSRTC ആണ്. ഒപ്പം തന്നെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സും ഇതിനു വേണ്ടി ശ്രമിക്കുന്നത് ഭാവിയിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പങ്ക്തി ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ വീഡിയോയുമായി വരുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.